നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹ. പപ്പടിച്ചും കളിപ്പടക്കിയും ഫുട്ബോളിൽ ഇന്ദ്രജാലം തീർത്ത് MAO സ്കൂൾ എളയൂർ. ഒരു അധ്യയന വർഷം തന്നെ നേടിയെടുത്തത് 3 ഫുട്ബോൾ കിരീടങ്ങൾ. കായികാധ്യാപകൻ അല്ലാതിരുന്നിട്ടും കുട്ടികളെ കപ്പടിക്കാൻ പരിശീലനം നൽകി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ സൈനുദ്ദീൻ മാസ്റ്റർ. കാവനൂർ പഞ്ചായത്തിൽ ഫുട്ബോളിന്റെ ലാറ്റിൻ അമേരിക്കയായി എളയൂർ MAOUP സ്കൂൾ. ഫുട്ബോളിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന സ്കൂളിന്റെ വിശേഷങ്ങൾ ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിൽ കാണും. 2012 പുതുവർഷ ദിനത്തിൽ രാഷ്ട്രമീമാംസ അധ്യാപകനായി കൂട്ടിലങ്ങാടിക്കാരൻ സൈനുദ്ദീൻ മാസ്റ്റർ എളയൂരിലെ MAOUP സ്കൂളിന്റെ പടി കയറി വരുമ്പോൾ ഫുട്ബോളിന്റെ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം കൂടിയാണ് ബാഗിലാക്കി മാഷ് കൊണ്ടുവന്നത്. 10 വർഷത്തിന്റെ ചെറിയ ഒരു ഇടവേളയിൽ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച സ്കൂൾ. കാൽപന്തു കളിയിലെ കാവനൂർ പഞ്ചായത്തിലെ രാജാക്കന്മാരായ കഥ ഒരു സിനിമാ കഥ പോലെ ത്രില്ലടിപ്പിക്കുന്നതാണ്. സൈനുദ്ദീൻ മാസ്റ്ററുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മാഷുടെ ശിഷ്യന്മാരുടെ ചില അഭ്യാസങ്ങൾ കാണാം. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഇന്റർ UP സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ എത്തിയ കളിയിൽ എതിരാളികളുടെ ഗോളുകൾ തടുത്തിട്ട് കിരീടം എളയൂരിലേക്ക് കൊണ്ടുവന്നതാണ് മാഷും കുട്ടികളും പുതുവർഷം പിറന്ന ഉടനെ ചെയ്ത നേട്ടം. നേരത്തെ അരീക്കോട് സബ് ജില്ലാ അണ്ടർ 14 ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ എണ്ണം പറഞ്ഞ 3 കാൽപന്ത് കിരീടങ്ങൾ മാഷും ശിഷ്യന്മാരും എളയൂരിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഫുട്ബോളിനെ ശ്വാസവായു പോലെ സ്നേഹിക്കുന്ന മലപ്പുറം മണ്ണിൽ കുട്ടികളെ പരിശീലനത്തിനായി ഗ്രൗണ്ടിൽ എത്തിക്കേണ്ട ജോലി മാത്രമേ ചെയ്യേണ്ടതുണ്ടായിരുന്നെന്ന് ചാരിതാർത്ഥ്യത്തോടെ സൈനുദ്ദീൻ മാസ്റ്റർ ഓർത്തെടുക്കുന്നു. കലാകായിക കഴിവുകളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളുമാണ് ഈ നേട്ടങ്ങളുടെ കാരണക്കാരെന്നും മാഷ് പറയുന്നു. ഈ വർഷം മാത്രമായിട്ട് അരീക്കോട് സബ് ജില്ലയിൽ തന്നെ അണ്ടർ 40 ചാമ്പ്യന്മാരായിട്ടുണ്ട് സബ് ജില്ലയിൽ എത്തിച്ചു. ഒരു UP സ്കൂള് അണ്ടർ 40 ചാമ്പ്യന്മാരായതുകൊണ്ട് തന്നെ എല്ലാ ഫുട്ബോൾ അക്കാദമികളും ഒരുപാട് സന്തോഷങ്ങളും പ്രോത്സാഹനങ്ങളും അറിയിച്ചുകൊണ്ടേയിരുന്നു. ശേഷം അരീക്കോട് മേഖലയിൽ മലപ്പുറം ജില്ലയുടെ ഇന്റർ UP സ്കൂൾ ഫുട്ബോളിലും ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. അവസാനമായിട്ട് എടവണ്ണ IOH വെച്ചിട്ട് മലപ്പുറം ജില്ലയിലെ പ്രഗത്ഭരായ UP സ്കൂളുകൾ മാറ്റി നിൽക്കുന്ന ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ആ അടിസ്ഥാനത്തിൽ
കുട്ടികൾ വളരെ ഹാർഡ് വർക്ക് ആയിക്കൊണ്ട് സ്കൂളിൻ്റെ നേട്ടത്തിന് വേണ്ടി ടീം സ്പിരിറ്റ് ആയിക്കൊണ്ട് ഒന്നിനൊന്നും മെച്ചമായിട്ട് വളരെ പെർഫോം ചെയ്തുകൊണ്ടാണ് ഈ മത്സരം നേരിട്ടത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രീതിയിൽ നല്ലൊരു പ്രകടനമാണ് നമ്മുടെ ടീം കാഴ്ചവെച്ചത്. ഹാട്രിക് ഉൾപ്പെടെ വിവിധ ഫോമുകളിൽ കുട്ടികൾ തിളങ്ങി. ഫൈനലിൽ അപാരമായ മത്സരമാണ് കാഴ്ചവെച്ചത്. 2-2 സമനിലയിൽ വന്ന കളിയിൽ ഷൂട്ടൗട്ടിൽ 2-നെതിരെ 5 ഗോളുകൾക്കാണ് നമുക്ക് വിജയം സമ്മാനിച്ചത്. ഈ വിജയത്തിന് പിന്നെല്ലാം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഹെഡ് മാസ്റ്ററും സഹാധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഫലമാണ്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഫുട്ബോൾ അക്കാദമി തുടങ്ങിക്കൊണ്ട് കുട്ടിയുടെ കഴിവുകളെ പരമാവധി പരിപോഷിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ജൂൺ മാസം മുതൽ തന്നെ കൃത്യമായ തന്ത്രപരമായ പ്ലാനിങ് നടത്തിക്കൊണ്ട് കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുകയായിരുന്നു. കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ പരമാവധി ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിൽ കാവനൂർ സ്റ്റേഡിയത്തിൽ പോയിട്ടും കുട്ടികളുടെ എല്ലാ പരിശീലനങ്ങളും വ്യക്തമായി നൽകാൻ സാധിച്ചു. നല്ല അച്ചടക്കം പാലിക്കുന്ന വിദ്യാർത്ഥികൾ, ചിട്ടയായ പരിശീലനം, ടീം സ്പിരിറ്റ് ഇതെല്ലാം ഒന്നു ചേർന്നാൽ സൈനുദ്ദീൻ മാസ്റ്ററുടെ വിജയതന്ത്രമാകും. വൈകുന്നേരം സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള നീണ്ട ബെല്ലടി കേൾക്കുമ്പോൾ എല്ലാ കുട്ടികളും വീട്ടിലേക്കും സൈനുദ്ദീൻ മാസ്റ്ററും ശിഷ്യന്മാരും ഗ്രൗണ്ടിലേക്കും ഓടും. 4 മണി മുതൽ 6 മണി വരെ പിന്നീട് കഠിനമായ പരിശീലനമാണ്. പിന്നീട് ഓരോ കുട്ടിയും വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികളൊപ്പി ഏകദേശം 8 മണിയോടെ മാഷും വീടണയും. ഇങ്ങനെ കഠിനമായ പരിശീലനവും നിരന്തരമായ പ്രയത്നവുമാണ് ഓരോ തവണ അത്ഭുതങ്ങൾ കാട്ടി സ്കൂൾ ഓരോ മത്സരങ്ങളിൽ നിന്നും കിരീടം നേടിയെടുക്കുന്നത്. ഓരോ കുട്ടിക്ക് വേണ്ട പൊസിഷൻ നൽകിക്കൊണ്ട്, ഷൂട്ടുകൾ നൽകിക്കൊണ്ട്, എണ്ണപ്പെട്ട പ്രോഗ്രാം നൽകിക്കൊണ്ട്, കുട്ടിയെ പരമാവധി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ദിവസവും വ്യക്തിപരമായിട്ട് പോലും കോച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 4 മണിക്ക് സ്കൂളിൽ പോയിട്ട് 6 മണി വരെ എല്ലാ ദിവസവും ക്യാമ്പ് നടത്താൻ കഴിയുന്നു. ഈ സമയം പോകുന്നത് ഞാനോ കുട്ടികളോ ആരും അറിയുന്നില്ല. കാരണം ഫുട്ബോൾ എന്ന ജ്വരം അത്രയും ചെറുപ്പം മുതലേ മനസ്സിലുണ്ട് എന്ന തെളിവാണ് ഈ കാണുന്നത്. തുടർന്നും നമ്മുടെ വിദ്യാലയത്തെ അരീക്കോട് സബ് ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഫുട്ബോൾ ഈറ്റില്ലമാണ്. പ്രഗത്ഭരായ സന്തോഷ് ട്രോഫിയിലും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ വരെ വാർത്തെടുക്കപ്പെട്ട പ്രദേശമാണ് അരീക്കോട്. ഷറഫലി പോലത്തെ പ്രഗത്ഭരായ മണ്ണിലാണ് നമ്മുടെ വിദ്യാലയം ഉള്ളത്. ഈ വിദ്യാലയത്തിൽ തന്നെ മറ്റ് സ്കൂൾ മത്സരിക്കാൻ വളരെ പ്രയാസങ്ങളാണ്. എല്ലാ ടീമും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അത്യധികമായിട്ട് തന്ത്രപരമായ നീക്കങ്ങൾ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കഴിവുള്ള വിദ്യാർത്ഥികളുടെയും നിരന്തരമായ ഹാർഡ് വർക്കാണ് ഈ വിജയത്തിന് പിന്നിൽ. അരീക്കോട് സബ് ജില്ല എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമാണ്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഫുട്ബോൾ കേന്ദ്രമാണ് അരീക്കോട്. അരീക്കോടിൻ്റെ മണ്ണിനെ കപ്പ് ചെയ്ത് സാധിച്ചതിന് ടീം ക്യാപ്റ്റൻ സയാൻ ഹാട്രിക് നേടിയപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സമ്മാനിക്കുകയായിരുന്നു. അതോടൊപ്പം സ്റ്റോപ്പർ അഖിൽ, റബീഹ്, ആസിഫ്, ഗോൾ കീപ്പർമാർ എല്ലാ പ്ലെയേഴ്സും ഒന്നിനൊന്ന് മെച്ചം. ഒരാളും കഴിവ് കുറഞ്ഞവരല്ല, കഴിവ് കൂടിയവരാണ്. ചില സമയത്തിൽ 11s ആകുമ്പോൾ 11 പേര് ഇറക്കുമ്പോൾ 12ാമന് റെഡി ആയിരിക്കും, പക്ഷേ ഇറക്കാൻ സാധ്യതയില്ലല്ലോ. എന്നിരുന്നാലും കുട്ടിയുടെ ആത്മാർത്ഥമായ സേവനത്തിൽ എന്നും സ്കൂളിൽ മുതൽക്കൊണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. HM ബായ് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കളിക്കാരും കാര്യങ്ങൾ പറയും. 1995 ആരംഭിച്ച ഈ വിദ്യാലയം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പഠനാനുബന്ധ മേഖലകളിൽ അരീക്കോട് ഉപജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഈ വർഷം നേടുന്ന 3ാമത്തെ ട്രോഫിയാണിത്. ഇത് പറയുമ്പോൾ ഒരു PT അധ്യാപകൻ പോലും ഈ സ്കൂളിലില്ല. നിരവധി PT അധ്യാപകരുള്ള സ്കൂളുകളുമായിട്ട് മത്സരിച്ചാണ് നമ്മുടെ സ്കൂളിന് ഈ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൈനുദ്ദീൻ മാഷ് നമുക്കെല്ലാവർക്കും അറിയാം. ഫുട്ബോളിന് വേണ്ടി അല്ലെ കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. പലപ്പോഴും സ്കൂൾ സമയം കഴിഞ്ഞിട്ട് പോലും വൈകുന്നേരങ്ങളും രാത്രിയിലുമാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്താറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഈ സ്കൂളിന് ഇത്രയും മികച്ച ഒരു വിദ്യാലയം ഉണ്ടാകാൻ സാധിച്ചത്. ഞാൻ ജയാനാണ്, സ്കൂൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്.
സ്കൂളിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഫസ്റ്റ് കളി അണ്ടർ 14 സബ് ജില്ല കളിയായിരുന്നു. അതുതന്നെ ഞങ്ങളിപ്പോൾ കളിച്ചതിൽ ഏറ്റവും ടഫായിട്ടുള്ള കളി. അതിൽ ഞങ്ങൾ വിജയിച്ചു. പിന്നെ എന്നത് എഫ് ഡി സിൻ്റെ കളിയായിരുന്നു. അത് ഫൈനലി ചെറിയ മിസ്റ്റേക്ക് കൊണ്ടൊക്കെ വിജയിച്ചു, കിരീടം നേടി. പിന്നെ ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ നടന്ന IOHSS നടന്ന കളിയിൽ വിന്നേഴ്സായി ഫൈനലിൽ നല്ല പോരാട്ടമായിരുന്നു. ഷൂട്ടൗട്ടിലാണ് വിജയിച്ചത്. സെയിൻറ്റ് സാറിൻ്റെ നല്ല കഠിന പരിശ്രമം കൊണ്ട് തന്നെയാണ് വിജയിച്ചത്. എടയൂർ MAUP സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരവും ഒട്ടേറെ നേട്ടങ്ങളും ലഭിച്ച ഒരു വർഷമാണ് ഈ വർഷം. USS പരീക്ഷയിലും അതുപോലെ തന്നെ വിവിധ മത്സര പരീക്ഷകളിലുമൊക്കെ ജില്ലയിൽ തന്നെ തിളങ്ങുന്ന വിജയം ഈ വർഷം നമ്മുടെ കുട്ടികൾ നേടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിളക്കമാർന്നൊരു വിജയമാണ് ഈ ഫുട്ബോളിലുള്ള വിജയം. സബ് ജില്ലാതല ഫുട്ബോളിൽ വിജയിച്ചു. അതുപോലെ തന്നെ അരീക്കോട് നടത്തിയ മറ്റൊരു മേഖലാതല ഫുട്ബോളിലുള്ള വിജയം നേടി. ഇപ്പോൾ ഏറ്റവും അവസാനമായി കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ അടിസ്ഥാനത്തിൽ വിവിധ സബ് ജില്ലകളിലെ മികച്ച ടീമുകളുമായി നടന്ന ഈ പോരാട്ടത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി എന്നുള്ളത് സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഒരു തിളക്കമാർന്ന നേട്ടമാണ്. ഇതിന് നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ കഠിന പരിശ്രമം നടത്തി കളിച്ചു. അതിലുപരിയായി ഇവർക്ക് ആവശ്യമായ പരിശീലനങ്ങളൊക്കെ നൽകി ഒരു പ്രൊഫഷണൽ പരിശീലകരെ പോലും വെല്ലുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിലെ സൈനുദ്ദീൻ മാഷാണ് ഇവർക്ക് ആവശ്യമായ വളരെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനങ്ങളൊക്കെ നൽകിയത് സൈനുദ്ദീൻ മാഷാണ്. നമ്മുടെ സ്കൂളിൽ സ്പോർട്സിനോ ഫുട്ബോളിനോ പ്രത്യേക മാഷില്ല. എന്നാലും സൈനുദ്ദീൻ മാഷ് താല്പര്യമെടുത്ത് അദ്ദേഹമാണ് ഇതിനു വേണ്ടി വിദ്യാർത്ഥിയുടെ മുന്നിൽ പരിശ്രമിച്ചത്. സൈനുദ്ദീൻ മാഷിനുള്ള പ്രത്യേക അഭിനന്ദനം കൂടി. വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. ഞങ്ങളുടെ സ്കൂളിൽ പ്രത്യേകിച്ച് PTയുടെ ഒരു അധ്യാപകൻ ഇല്ലാതെ തന്നെ സ്കൂൾ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സമയം മാഷ് 2 മണിക്കൂർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ഒരു നേട്ടത്തിന് പിന്നിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന് തന്നെ പറയാം. ആ രൂപത്തിലാണ് മാഷുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. വൈകുന്നേര സമയങ്ങളിൽ സ്കൂൾ വിട്ടതിൻ്റെ ശേഷമാണ് കുട്ടികളുമായിട്ട് ഗ്രൗണ്ടിൽ പോവുക. എന്നിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് അസുഖമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. അലർജിയുള്ളൊരു അവസ്ഥയിൽ പോലും കുട്ടികളുടെ ഒരു മികവ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. അത്രയ്ക്കും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു വിജയം സ്കൂളിന് വേണ്ടി തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്ന് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ കളിച്ച കുട്ടികൾ വളരെയധികം ഒരു സ്കൂളിന് വേണ്ടിയുള്ള മത്സര ബുദ്ധിയോട് കൂടി തന്നെയാണ് മറ്റുള്ള ഏത് ടീമുകളെ കാണുന്ന സമയത്തും അവർ ആ കപ്പൊക്കെ നമുക്ക് നേടണം എന്നുള്ളൊരു വാശിയോട് കൂടി മുന്നിൽ നല്ല മുൻനിര പോരാളികളായിട്ട് തന്നെ ഈ കുട്ടികൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. എല്ലാവിധ വിജയാശംസകളും ഇനിയും ഇങ്ങനെ ഉയരങ്ങൾ എത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും നേരുന്നു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു നേട്ടമാണ്. കാരണം ഫുട്ബോളിൽ 2 വിന്നേഴ്സും അതുപോലെ തന്നെ ഒരു റണ്ണേഴ്സപ്പും കൊണ്ടുവന്നുകൊണ്ട് അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള സൈനുദ്ദീൻ മാഷ്, അതുപോലെ തന്നെ അതിന് കളിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് നേട്ടം കൈവരിക്കാൻ അത് പ്രാപ്തരാക്കിയിട്ടുള്ള കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൈനുദ്ദീൻ മാഷ് വൈകുന്നേരങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ നേട്ടത്തിന് വേണ്ടി കുട്ടികളുടെ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഇതിൻ്റെ ഭാഗമായി SRG കൺവീനർ എന്ന രീതിയിൽ കൊടുക്കുകയാണ്. ഇക്കൊല്ലം നമ്മുടെ യത്തീംഖാന UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷമാണ്, അക്കാദമിക വർഷമാണ്. പ്രത്യേകിച്ചും ഫുട്ബോളിൽ 2 ട്രോഫി കരസ്ഥമാക്കുകയും 1 ട്രോഫിയിൽ റണ്ണേഴ്സപ്പ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അരീക്കോട് നടന്ന RG ഫാസ്റ്റ് സംഘടിപ്പിച്ച ഫുട്ബോളിലെ വിന്നേഴ്സും അതേപോലെ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ അധിക സ്കൂളുകളും പങ്കെടുത്ത ഇടവണ്ണയിൽ വെച്ച് നടന്ന ഫുട്ബോളിലും യത്തീംഖാന UP സ്കൂൾ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ചാമ്പ്യന്മാരായ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് സൈനുദ്ദീൻ മാഷെയും അഭിനന്ദിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വിജയിച്ച മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ ഈ വർഷത്തെ ഒരു ഫുട്ബോൾ മേളയിൽ വളരെ
നല്ല രീതിയിൽ പെർഫോമൻസാണ് നമ്മൾ ഈ വർഷം കാഴ്ചവെച്ചിട്ടുള്ളത്. സബ് ജില്ല കായികമേളയിലും തുടങ്ങി അരീക്കോട് AFC അതേപോലെ IOHS നടന്ന മണ്ടൂർ ജില്ല ടീമിലൊക്കെ പങ്കെടുത്ത പ്രമുഖ ടീമുകളൊക്കെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തിയാണ് നമ്മൾ ഈ വർഷം കപ്പ് നേടിയത്. ഈ പങ്കെടുത്ത എല്ലാവർക്കും അതേപോലെ നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ സ്കൂളിലെ അധ്യാപകൻ സൈനുദ്ദീൻ മാഷിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇത് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നരിക്കുന്നൻ സൈനുദ്ദീൻ മാസ്റ്റർ കൂട്ടിലങ്ങാടി പെരിന്താത്തിരിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം ദിവസം യാത്ര ചെയ്താണ് സ്കൂളിലേക്ക് വരുന്നത്. സ്പോർട്സിലും ഫുട്ബോളിലും കമ്പക്കാരനായ മാഷ് നാട്ടിൻപുറങ്ങളിൽ നന്നായി കളിച്ചിരുന്നു. വിംഗ് ബാക്ക്, ഗോൾ കീപ്പർ ആയിരുന്നു പൊസിഷൻ എന്ന് മാഷ് ഓർത്തെടുക്കുന്നു. അധ്യാപക പരിശീലന കാലത്ത് DIET തിരുവല്ലയിൽ നിന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൃത്യമായി കിട്ടിയത് മുതൽക്കൂട്ടായി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അറിയേണ്ട കാര്യങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്. PET അധ്യാപകൻ സ്കൂളിൽ ഇല്ലാത്തതിനാൽ ഓരോ വർഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ചാർജ് ടീച്ചേഴ്സിന് മാറി മാറി ഹെഡ് മാസ്റ്റർ നൽകുകയാണ് പതിവ്. 2014 സൈനുദ്ദീൻ മാസ്റ്റർക്ക് സ്പോർട്സ് സ്റ്റാർ ഹെഡ് മാസ്റ്റർ നൽകി. അതോടെ സ്പോർട്സിനൊപ്പം ഫുട്ബോൾ കൂടി സ്കൂൾ കായികമേളയിൽ മാഷ് ഉൾപ്പെടുത്തി. സ്കൂൾ വിട്ടതിനു ശേഷം ക്ലാസ് തല, ഗ്രൂപ്പ് തല ടൂർണമെന്റ് നടത്തി അതിൽ നിന്നും യോഗ്യരായവരെ സ്കൂൾ ടീമിലേക്ക് ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തി. വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയും 2014 മുതൽ ഫുട്ബോൾ പരിശീലനം നൽകി തുടങ്ങി. 2014 തുടക്കത്തിൽ തന്നെ കിരീടം നേടി സ്കൂൾ ചരിത്ര നേട്ടത്തിന് സാക്ഷിയായി. പിന്നീട് എല്ലാ വർഷവും കപ്പിനു വേണ്ടി പരിശീലനം തുടർന്നു കൊണ്ടേയിരുന്നു. ഇന്നും അത് മാറ്റമില്ലാതെ തുടരുന്നു. കാൽപന്ത് കളിയിൽ ഇന്ദ്രജാലം തീർത്ത് മലപ്പുറത്തിന്റെ അഭിമാനമായി എളയൂരിലെ MAOUP സ്കൂൾ തലയുയർത്തി നിൽക്കുമ്പോൾ പരിശീലകൻ സൈനുദ്ദീൻ മാഷിനും ശിഷ്യന്മാർക്കും പൂർണ്ണ പിന്തുണ നൽകി ഹെഡ് മാസ്റ്റർ ഉസ്മാൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി ഹൈദർ അലി മാസ്റ്റർ, SRG കൺവീനർ റാഫി മാസ്റ്റർ, സൈദലവി മാസ്റ്റർ, അയ്യൂബ് മാസ്റ്റർ, സലാം മാസ്റ്റർ, മുഹമ്മദ് ഖാൻ മാസ്റ്റർ, ഷാഫി, സ്കൂൾ മാനേജർ മാനു ഹാജി, സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ, കാവനൂരിലെ കാസ്കോ അക്കാദമി, സലാല അക്കാദമി തുടങ്ങിയവരും പിന്തുണയായി ഒപ്പത്തിനൊപ്പമുണ്ട്. എല്ലാ വിദ്യാലയങ്ങളുമായിട്ട് നടന്നു. ഇതെല്ലാം തന്നെ മികച്ച വിജയം നേടിയിട്ടുണ്ട്. പരിചയമെടുത്താൻ പ്രാർത്ഥന UP സ്കൂളിലെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകിയതായ പ്രത്യേകിച്ചും സൈനുദ്ദീൻ മാസ്റ്റർ, അതേപോലെ തന്നെ ഷാഫി മാസ്റ്റർ, ഹൈദരലി മാസ്റ്റർ തുടങ്ങിയ എല്ലാ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വീണ്ടും അവർ വിജയത്തിലേക്ക് എന്ന് സർക്കാരിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും തീപ്പാറുന്ന പച്ചപ്പുല്ലിൽ ബൂട്ട് കെട്ടി ഫുട്ബോൾ കൊണ്ട് അത്ഭുതങ്ങൾ കാട്ടി എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ മാഷും ശിഷ്യന്മാരും ഒരുങ്ങിയിരിപ്പുണ്ട്. ഫുട്ബോളിനെ പ്രാണവായു പോലെ സ്നേഹിക്കുന്ന മാനേജ്മെന്റും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും പ്രോത്സാഹനത്തിന്റെ പനനീർപ്പൂക്കൾ വാരി വിതറുമ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഏതൊരു സ്കൂളും മുന്നേറും എന്നതാണ് സൈനുദ്ദീൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും അവരുടെ നേട്ടങ്ങളിലൂടെ നമ്മോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം. വളരെ മുന്നേ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ വളരെയധികം ഫുട്ബോൾ മേഖലയിൽ 2 അക്കാദമികളായ കാവനൂർ, കാസ്കോ, സലാല 2 അക്കാദമികൾ ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ നേടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടുകളും ബാക്കിയുള്ള ഭാഗത്തുനിന്നും ഉണ്ടാവും പ്രതീക്ഷയിൽ നമ്മൾ എല്ലാവർക്കും